സ്വാഗതം. അപ്പോൾ അത് രാവിലെ തന്നെ നമ്മുടെ അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ചെടികളുടെയും പൂക്കളുടെയും ഇടയിലൊക്കെ ഒന്ന് കറങ്ങി നടന്നു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജി അന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയുള്ള എല്ലാ എന്താ പറയുക മാനസിക സന്തോഷവും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം വളങ്ങളൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് വന്ന് ചെടികളുടെ ഇടയിൽ കൂടി ഒന്ന് നോക്കുകയാണ്. ആദ്യമേ തന്നെ ചെടികളുടെ ഇടയിൽ പോയി അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ താമരക്കുട്ടികളുടെ അടുത്തേക്ക് വന്നപ്പോൾ നമ്മുടെ മിറാക്കിള് വിരിയാൻ വെമ്പി ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ അതിനെ ഞാനൊന്ന് വിരിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താമര വളർത്താൻ തുടങ്ങിയ കാലത്തേ ഉള്ളൊരു എൻ്റെ ആഗ്രഹമായിരുന്നു അഖിലയും മിറാക്കിളും. അപ്പം അത് നട്ട് ഇതാ ഓരോ ദിവസവും ഞാനിങ്ങനെ ചെന്ന് നോക്കും പുതിയ പുതിയ ബഡ്ഡുകൾ വരുന്നുണ്ടോ, പൂക്കൾ വിരിയിക്കാറായോ. അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ മിറാക്കിളെ വിരിയിപ്പിച്ച് കൊടുത്തുട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല അതിസുന്ദരിയാണ്. ഇഷ്ടം പോലെ മുട്ടുകൾ വേറെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അഖിലയ്ക്കും മുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അഖിലയുടെ ഫസ്റ്റ് ബഡ് വന്നത് പൂക്കൾ ആയില്ല, അപ്പോഴേക്കും അത് കരിഞ്ഞു പോയിട്ടാ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എന്നാലും തുടരെ വേറെ വേറെ മുട്ടുകൾ ഇങ്ങനെ ഉണ്ടായപ്പോൾ ആ ഒരു വിഷമം മാറിയിട്ടാ. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ആ ഒരു വെയിലിനെ താങ്ങാൻ നമുക്കും കഴിയുന്നില്ല. അപ്പോൾ പിന്നെ പൂക്കളുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ ഇത് നോക്കിയേ യെല്ലോ ഫ്ലവർ പിങ്ക് ആണ് കേട്ടോ. ഏകദേശം 1 മാസത്തോളം ആയിട്ടുള്ളൂ തോന്നുന്നു. ഞാൻ നീതു മധുസ് വേൾഡിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് കേട്ടോ. സാട്ടയും പിന്നെ ഈ ഒരു യെല്ലോ ഫ്ലവർ പിങ്കും. അതിൽ ഇത്രയും ലീഫുകളായപ്പോൾ തന്നെ യെല്ലോ ഫ്ലവർ പിങ്കിൽ ബഡ് വന്നു. കുഞ്ഞു ബഡ് കേട്ടോ, ആകെ 4 ലീഫുള്ളൂ. അതും കൊയിൽ ലീഫ് പോലെ ആകെ 2 ലീഫോ ഇത്തിരി കൂടി ഭേദമായിട്ടുള്ളൂ. എന്നിട്ടും അതിന് ബഡ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര അതിശയവും സന്തോഷവും ഒക്കെ ആയിട്ടാണ്. കാരണം ഇത്രയും ഇല വെച്ചിട്ട് ആ ഒരു ബഡ് വിരിയുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം താമരകളെയൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ എൻ്റെ അഗ്ലോണിമയുടെ ഇടയിലേക്കൊക്കെ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അഗ്ലോണിമ പ്ലാന്റ്സുകൾ ചീഞ്ഞു പോകുന്നു എന്നിട്ടാ. അപ്പോൾ നമ്മൾ അത്യാവശ്യം മെച്ചേർഡായിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് വാങ്ങി വയ്ക്കുകയാണെങ്കിൽ, നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് പൈസ ലാഭം നോക്കി സീഡ്ലിങ്സ് വാങ്ങിച്ച് വെക്കാതെ അത്യാവശ്യം നല്ലൊരു മെച്ചേർഡായ പ്ലാന്റ് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ ആ വെക്കണ സമയത്ത് നമുക്കത് ചീഞ്ഞു പോയാലും പിന്നീട് ആ പോട്ട് അങ്ങനെ തന്നെ ലീഫ് ചീഞ്ഞു പോയി എന്ന് വെച്ചിട്ട് ആരും ആ ഒരു പോട്ടിനെ മാറ്റി വേറെ പ്ലാന്റ് ഒന്നും അതിൽ വെക്കേണ്ട. അങ്ങനെ തന്നെ നിൽക്കി വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് പുതിയ തൈ മുളച്ചു വരും കേട്ടോ. സെയിം അതുപോലെ തന്നെയാണ് കലാത്തിയ. മെച്ചൂർഡായ പ്ലാന്റ് വാങ്ങിച്ച് വെച്ചാൽ ഇല കരിഞ്ഞു പോയാലും പുതിയ ലീഫ് വരും. എൻ്റെ ആകെക്കൂടി ഈ വേനൽക്കാലത്ത് ആകെക്കൂടി കരിഞ്ഞു പോയൊരു കലാത്തിയാണ് ഇതിന് ഞാൻ അങ്ങനെ തന്നെ നിൽക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇല കരിഞ്ഞു പോയിരുന്നാലും മെച്ചോർഡായ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുതിയൊരു തൈ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് അപ്പോൾ വെക്കണ സമയത്ത് ആ ചെടി നശിച്ചു പോയാലും നമുക്ക് പേടിക്കേണ്ട. നിങ്ങൾ ഒട്ടും മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. ആ ചെടി ഉറപ്പായിട്ടും പിടിച്ചു വരും. ആ പ്ലാന്റ് അല്ലെങ്കിൽ ആ ചെടിച്ചട്ടി നിങ്ങൾ വേറെ റീയൂസ് ചെയ്യാതിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പം തന്നെ ചെടി ചീഞ്ഞു പോയി, ഇനി ആ ചട്ടി അവിടെ വെറുതെ എന്തിനാ വെച്ചേക്കണമെന്ന് വിചാരിച്ചിട്ട് ആ ചട്ടി മാറ്റി വേറെ ചെടിയൊന്നും വെക്കാണ്ട് ആ ഒരു സൈഡിലേക്ക് ഏതെങ്കിലും ഒരു നമ്മൾക്ക് ഓർക്കണ രീതിയിൽ ഇന്ന ഒരു സാധനം ആ ഒരു ചട്ടിയിൽ ഉണ്ടെന്ന് നമ്മൾക്ക് ഓർക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി ആ ചെടിച്ചട്ടി മാറ്റി വെച്ചാൽ കുറച്ച് നാൾ പിടിക്കും കേട്ടോ. കുറച്ചധികം നാൾ തന്നെ പിടിക്കും പുതിയൊരു ലീഫ് അല്ലെങ്കിൽ ഒരു ചെടി അതിൽ നിന്ന് മുളച്ച് വരാൻ. ക്ഷമയില്ലാണ്ട് നമുക്ക് ആ ചട്ടിയിലെ മണ്ണൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് വേറെ ചെടിയൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട, വേറെ ചെടിയൊന്നും വെക്കാൻ നിൽക്കണ്ട. ഉറപ്പായിട്ടും അതിൽ നിന്ന് പുതിയ ചെടി വരും. ഇതെൻ്റെ 10 ക്യാരറ്റ് ആണ് കേട്ടോ. ഇത് ഒരു തൂണിൻ്റെ മറയിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് അതിനത്ര വേണ്ടത്ര വെളിച്ചം കിട്ടിയില്ല. അതുപോലെ തന്നെ ലീഫ് നശിച്ചു പോയാലും ആ ചെടി തന്നെ ചീഞ്ഞു പോയാലും അതിൽ നിന്ന് കിഴങ്ങിൽ നിന്ന് ആ ചെടിച്ചട്ടി മാറ്റി വെച്ചിരുന്നാൽ പിടിച്ചു വരുന്ന ഒരു പ്ലാന്റാണ് CC പ്ലാന്റ്. ബ്ലാക്ക് CC പ്ലാന്റ്, ഡോർഫ് CC പ്ലാന്റും ആണ് കേട്ടോ. ഇത് രണ്ടും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച പ്ലാന്റാണ്. രണ്ടും മഴക്കാലത്ത് എൻ്റെ ചീഞ്ഞു പോയി. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഏകദേശം 1 വർഷത്തിന് മേലെയായി ഈ ചെടിച്ചട്ടി ഞാൻ അവിടെ നീക്കി വെച്ചേക്കുന്നത്. ഇപ്പോഴാണ് അതിന് ലീഫ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം വേണ്ട ഒരു കാര്യമാണ് ക്ഷമ. ഗാർഡനിങ്ങിൽ നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ ആ ചെടിയിൽ നിന്ന് പുതിയ ലീഫ് വരുന്നെങ്കിലും പുതിയ പൂക്കൾ വരണമെങ്കിലും നമ്മൾ അത്രയേറെ ക്ഷമിച്ച് കാത്തിരുന്ന് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഒരു ചെടി അഗ്ലോണിമ ആയാലും ചീഞ്ഞു പോയി എന്ന് വിചാരിച്ച് അപ്പം തന്നെ അതിനെ മാറ്റി വേറെ
ചെടിയൊന്നും അതിൽ വെക്കേണ്ട. ഇതുപോലെ കാത്തിരുന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് വേറൊരു തൈ മുളച്ച് വരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞില്ലേ ഞാൻ പുറത്തേക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇറങ്ങുമ്പോൾ അന്നേരം ചെയ്യേണ്ടത് എന്താണെന്ന് ആലോചിക്കട്ടെ. അപ്പോൾ തോന്നിയത് എന്താണോ അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ കഞ്ഞിവെള്ളത്തിൽ കപ്പലണ്ടി പിണ്ണാക്കും വാഴപ്പഴത്തിൻ്റെ തൊലിയും ഉള്ളിത്തൊണ്ടും മുട്ടത്തൊണ്ടും ഒക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് അത്യാവശ്യം നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് നമ്മൾ സ്ലറിയാക്കി ഒഴിക്കാൻ പാകത്തിനുള്ള രീതിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന റോസാ ചെടികൾക്ക് ഇനി ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കാമെന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ DAP ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച ഇനിയിപ്പോൾ ഈ കഞ്ഞിവെള്ളം മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ പഴത്തൊലി, കപ്പലണ്ടി പിണ്ണാക്ക് എല്ലാം അതിനകത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടി ഒരെണ്ണത്തിൽ ഇട്ട് വെച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോ സൈഡിലുള്ള ചെടികൾ പിടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് മാറി മാറി ചെയ്യുമ്പോൾ എൻ്റെ ഒരാഴ്ച എത്തും. ഇപ്പോൾ ഒരു ദിവസം ഈ ഒരു സൈഡിലെ ചെടിക്ക് വളം ഇട്ട് കൊടുത്തു. അതിപ്പോൾ ഇംഗ്ലീഷ് വളം ആണെങ്കിൽ ഇംഗ്ലീഷ് വളം, ഇപ്പോൾ ജൈവ സ്ലറി ആണെങ്കിൽ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അഗ്ലോണിമ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് കലാത്തിയ ചെടികൾക്ക്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അങ്ങനത്തെ ഓരോ പാട്ടായിട്ടാണ് ഓരോ ഭാഗങ്ങളായിട്ടാണ് ഞാനിങ്ങനെ തരംതിരിച്ച് ഓരോ ചെടികളും വെക്കുന്നത്. പിന്നെ കുറച്ച് ഭാഗത്ത് ഹാങ്ങിങ് പ്ലാന്റ്സ്, പിന്നെ ആന്തോറിയം പ്ലാന്റ്സ്, അങ്ങനെ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോന്നിനായിട്ട് ഓരോ തരം എന്താ പറയുക സ്ലറികളായിട്ടും ഇംഗ്ലീഷ് വളങ്ങളായിട്ടും ചെയ്തു കൊടുക്കും. പിന്നെ ഒരു ദിവസം താമരയ്ക്ക് വളം, വെള്ളമൊഴിക്കൽ, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ചെയ്ത് വരുമ്പോൾ എൻ്റെ ഒരാഴ്ച എത്തും കേട്ടോ. തിങ്കൾ മുതൽ വെള്ളി വരെ, ശനി ഞായർ, അങ്ങനെ ഞായറാഴ്ച എത്തും. ഞായറാഴ്ച മിക്കവാറും ക്ലീനിങ് ആയിരിക്കും കേട്ടോ ഞാൻ ചെയ്യാറ്. വളമിടലല്ല ചെയ്യാറ്. വളമിടലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ദിവസം ഒരുമിച്ച് ചെയ്യാൻ നിൽക്കണില്ലല്ലോ, ഓരോ ഭാഗം തിരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലീനിങ്ങിന് കുറച്ചധികം സമയം വേണ്ടി വരുന്നത് കൊണ്ട് ഞായറാഴ്ച ദിവസമാണ് മിക്കവാറും ഞാൻ ക്ലീനിങ്ങിനായിട്ട് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അതിപ്പോൾ ഗാർഡൻ ക്ലീനിങ് ആയാലും നമ്മുടെ വീടിൻ്റെ അകവും പുറവും ഒക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഞായറാഴ്ച ഒരു ദിവസമാണ്. അല്ലാതെ നമ്മൾ വളമിടുന്ന ദിവസം കയ്യോടെ കാണുന്ന പുല്ലൊക്കെ ഇങ്ങനെ ചുമ്മാ ഒന്ന് പറിച്ച് കളയുന്നല്ലാണ്ട് ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങൊക്കെ ഞായറാഴ്ചത്തേക്ക് മാറ്റി നിൽക്കൂട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ നമ്മുടെ പാക്കിങ് ഉണ്ടെങ്കിൽ അങ്ങനെ അത് മിക്കവാറും രാത്രി, രാവിലെ ആണെങ്കിൽ കുറച്ചൊക്കെയാണ് രാവിലെ ചെയ്യാൻ നിൽക്കുള്ളൂ. അങ്ങനെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ലക്കീനെ കൂട്ടി കയറ്റി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ജോലിക്കൊക്കെ നിന്നത് കേട്ടോ. അപ്പോൾ കൂട്ടി കയറ്റിയതിൻ്റെ ഒരു പരിഭവം ചെക്കൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ട്. വലിയ മൈൻഡൊന്നുമില്ല. ഞാനിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, അവനെ പേരെടുത്ത് വിളിച്ചിട്ട് അവൻ നേരെ പോലും നോക്കണില്ല, ഭയങ്കര വെയിറ്റിട്ട് കിടക്കുകയാണ്. ഇനി അടുത്ത പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മുറ്റടിക്കലാണ്. മുറ്റടിക്കാൻ ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണിക്കൊന്ന പൂ നിറയെ ഉണ്ടായിട്ടുണ്ട്. കാര്യം വിഷുക്കാലത്ത് നമ്മുടെ കണിക്കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും പൂക്കൾ നിലത്തേക്ക് വീണ് അത് അടിച്ചു കളയാൻ അത്ര സുഖമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടിച്ചു വരാനൊക്കെ നോക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.